ജന്തർ മന്ദറിലെ പോലീസ് നടപടിയുടെ ഓർമ്മയ്ക്കായി ഒരു പ്രദർശനമൊരുക്കിയിരിക്കുകയാണ് CJP പ്രവർത്തകർ. പോലീസ് നടത്തിയ ലാത്തിചാർജിന്റെ പരിക്കേറ്റവർ ഉപയോഗിച്ചിരുന്ന ചെരുപ്പുകൾ ഉൾപ്പെടെയുള്ളവയാണ് പ്രദർശിപ്പിക്കുന്നത്. പോലീസ് ലാത്തിചാർജിന്റെ പരിക്കേറ്റവരും ജന്തർ മന്ദറിലെ സമരപ്പന്തലിന് മുന്നിൽ കിടക്കുകയാണ്. ഡൽഹി ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം പുരോഗമിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഇവിടെ വലിയൊരു പോലീസ് നടപടി നടന്നത്. അതിന്റെ ഒരു ഓർമ്മ ഈ സമരപ്പന്തലുണ്ട്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ചെരുപ്പുകൾ CJP പ്രവർത്തകർ ഈ ചെരുപ്പുകൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു സമയത്ത് പോലീസ് ഇവിടെ നടത്തിയ നരനായാട്ടിന്റെ ഒരു അടയാളമായി തന്നെ കല്ലുകൊണ്ട് അതിരുകെട്ടി തിരിച്ച് അതിനുള്ളിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ചെരുപ്പുകൾ, വെള്ളക്കുപ്പി, തൊപ്പി തുടങ്ങിയ അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. दोनों तरफ से बैरिकेड से पैक करके और फिर जो लाठियां चलाई गई थी उन लाठी डंडे की लाठी चार्ज में जो लोग भागे तो अपना जूता चप्पल छोड़ छाड़ के भागे हैं, उन्हीं लोगों के हैं साहब. तो उन लोगों के लिए कि ये गए कहाँ, अपना जूता चप्पल ढूंढने आए क्यों नहीं. ഇവിടെ എത്തുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന ഓരോ വ്യക്തിക്കും അവരെ കാണണമെങ്കിൽ ഈ സമരപ്പന്തലിന്റെ മുൻഭാഗത്തേക്ക് എത്തിയാൽ മതി. അവർ ഇവിടെ തന്നെയുണ്ട്. കാലിന് പരിക്കേറ്റവർ, കൈക്ക് പരിക്കേറ്റവർ. ये आपको लाठीचार्ज में हुआ था? जी, परसों की बात है. हम लोग भाइयों गलत नहीं होती है, ना बहनों गलत होती है. हम लोग आके हमें बहनों को मारा पुलिस वाले ने. 2 मर्दों के साथ मुझे मारा गया. मेरे कपड़े फाड़े, छाती में एक लाठी मेरे प्राइवेट पार्ट में लगा. ब्लीडिंग हुई. मैंने कहा मुझे दे दीजिए दवाई का. खाना नहीं दिया, पानी नहीं दिया, दवाई नहीं करवाया. पूछिए और क्या पूछा. ഇത് പോലീസ് ഒന്നും ചെയ്തില്ല, ഞങ്ങൾ ആർക്കും ജീവൻ അപകടമുണ്ടാക്കുന്ന രീതിയിൽ ഒന്നും ചെയ്തില്ല എന്ന് വാദിക്കുന്ന പോലീസിന്റെ മുന്നിലാണ് ഇവർ ഇത്തരത്തിലൊരു കാഴ്ചയായി തന്നെ കിടക്കുന്ന. ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും ഇവരെ കാണാൻ സാധിക്കും ഈ സമരം നടക്കുന്നതിന് മുൻപ്. എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചാലും ഡൽഹി ജന്തർ മന്ദറിൽ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകളുടെ തീരുമാനം, ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ തീരുമാനം. അങ്ങനെ പരസ്പരം സഹായിച്ചും അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ നൽകിയും എല്ലാം തന്നെ ഇത്തരത്തിൽ അവരെ ഈ സമരത്തിൽ അടിയുറച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുകയാണ്. തമ്മിൽ ചർച്ചകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ലക്ഷ്യം കാണുന്നത് വരെ ജന്തർ മന്ദറിൽ ശക്തമായി തന്നെ തുടരാനാണ് എന്തായാലും ഇവരുടെ എല്ലാം തീരുമാനം. ക്യാമറമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.